ദുരന്തർ പാർട്ട് 2 ദ റിവെഞ്ച്. ഈ സിനിമ നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഇതിലെ ചില സർപ്രൈസ് എലമെൻറ്റുകൾ നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ആളുകൾ ഇത് സ്പോയിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പരമാവധി സ്പോയിലർ ഇല്ലാതെ തന്നെ ഈ ഒരു റിവ്യൂ പറയാം. ഇന്നലെ ഞാൻ ആ സിനിമ കണ്ടു. സോ ഈ സിനിമ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള ദുരന്തർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ്. സോ അതിന് നല്ല രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഈ സിനിമ വന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈ സിനിമയിലെ ചില നെഗറ്റീവ് ആസ്പെക്റ്റുകൾ പറയാം. ഒന്നാമത്തെ പ്രശ്നം വയലൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. വയലൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഈ അടുത്തിറങ്ങിയ ഒരുപാട് വലിയ സിനിമകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇവർ ചെയ്തിരിക്കുന്നത് മ്യൂസിക്കാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്ഷൻ സീക്വൻസുകളിൽ നല്ല BGM, നല്ല സോങ് ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളത് ഇന്ത്യൻ സിനിമകളിൽ പൊതുവായിട്ടുള്ളതാണ്. പക്ഷേ ആക്ഷനിൽ അത് ഓക്കെയാണ്. ഇവിടുത്തെ ആക്ഷൻ സീക്വൻസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആക്ഷൻ സീക്വൻസിലും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൊന്നു തള്ളുന്നുണ്ടാവും. അതിനാണ് ഇവർ നല്ലൊരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. സോ കാണുന്ന ആൾക്കാർ ഈ കില്ലിങ്ങിനെ വിത്ത് BGM എൻജോയ് ചെയ്യുകയാണ്. അത് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരെ കൊന്നിട്ട് ഏതെങ്കിലും ഒരാളെ ഏറ്റവും ബ്രൂട്ടലായിട്ട് കൊല്ലുന്ന ഒരു സീൻ വന്നു കഴിഞ്ഞാൽ ആ സീനിന് തിയേറ്ററിൽ വരുന്ന ഒരു ആരവം കേൾക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മളും കൂട്ടത്തിൽ എൻജോയ് ചെയ്യും. പക്ഷെ പിന്നീട് അത് കേൾക്കുമ്പോൾ ഒരു പേടി വരും. ആൾക്കാരിങ്ങനെ ഹരം കൊള്ളുകയാണ്. ഒരാളെ ക്രിയേറ്റീവായിട്ട് ഏറ്റവും ബ്രൂട്ടലായിട്ട് കൊല്ലുന്ന കാണുമ്പോൾ ആൾക്കാർക്കൊരു ഹരം വരുന്നു, വല്ലാതൊരു ലഹരി പിടിച്ച പോലെയാണ്. അതിന് ഈ ഒരു മ്യൂസിക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ മ്യൂസിക് ഉപയോഗിച്ചിട്ട് ഈ വയലൻസിനെ ആൾക്കാരെ കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യിക്കുന്ന ഒരു പരിപാടി ഈ സിനിമയിലുണ്ട്. ഇത് കുറച്ച് ഡേഞ്ചർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, ഇതിൽ ചില ആൾക്കാർ മരിക്കുമ്പോൾ, ചില പ്രധാന വില്ലന്മാർ മരിക്കുമ്പോഴടക്കം ഒരു സോങ് ഉപയോഗിച്ചിട്ട് ആ മരണത്തിനെ കോമഡി ആക്കുക, മരണത്തിനെ കളിയാക്കുന്ന രീതിയിലൊക്കെ ചില പരിപാടികൾ ചെയ്തിട്ടുണ്ട്. സോ മ്യൂസിക്കിനെ ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതെനിക്കിതിൽ നെഗറ്റീവായിട്ട് തോന്നി. നെഗറ്റീവ് മീൻസ് ഇത് ആൾക്കാരെ മോബ് മെൻറ്റാലിറ്റി സ്വാധീനിക്കുന്ന വയലൻസിനെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് കുറച്ച് ഡേഞ്ചറാണ്. ഇനി മറ്റൊരു പ്രശ്നം ഇതിൻ്റെ പൊളിറ്റിക്സാണ്. ഈ സിനിമയിൽ നല്ല രീതിയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഫേവറബിളായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഭൂരിപക്ഷം ഉള്ളതും കേരളത്തിൽ ഭൂരിപക്ഷം ഇല്ലാത്തതുമായ ഒരു പാർട്ടിയാണത്. സോ സ്വാഭാവികമായിട്ടും ആ സീൻ തിയേറ്ററിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ച ആൾക്കാർ പോകുന്നു. പക്ഷേ ഞാൻ ഇന്നലെ കണ്ട ഷോയിൽ ആൾക്കാരൊക്കെ ആ സീനിന് സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷേ വരും ദിവസങ്ങളിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. അതുപോലെ ഓരോ പ്രദേശങ്ങൾ മാറുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ പൊളിറ്റിക്സ് മാറും. സോ അത്തരം സീനുകൾ കേരളത്തിൽ എതിർക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് പൊളിറ്റിക്കലി ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന്. കഴിഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് ഇതിൽ പ്രൊപ്പഗൻഡ ഉണ്ട്, ഒളിച്ചു കടത്തലുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ സിനിമയിൽ ഒളിച്ചു കടത്തലൊന്നുമില്ല, എല്ലാം പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു പ്രശ്നം, ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ഇതൊരു ഗ്യാങ് വാർ ലെവലിലേക്ക് പരിണമിക്കുന്നുണ്ട് ഈ സിനിമ. അപ്പോൾ ഈ ഗ്യാങ് വാർ സ്ട്രീറ്റ് ഫൈറ്റുകളും ഓക്കെയാണ്. സിനിമയുടെ ഫ്ലോയിൽ നമ്മളിങ്ങനെ കണ്ടിരിക്കുമ്പോൾ അത് ഓക്കെയാണ്. പക്ഷേ ഞാൻ സിനിമ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചത്, ഈ ഗ്യാങ് എന്ന് പറയുന്നത് ആരാ? ഇത് രണ്ട് രാജ്യങ്ങളല്ലേ? രണ്ട് രാജ്യങ്ങളുടെ ഇൻ്റലിജൻസ് സംഘങ്ങൾ തമ്മിലാണല്ലോ ഈ ഗ്യാങ് വാർ നടക്കുന്നത്. ഇത് രണ്ട് ക്രിമിനൽ ഗ്യാങ്ങുകൾ തമ്മിലുള്ള ഗ്യാങ് വാർ ആണെങ്കിൽ ഇതിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഞാൻ പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല. പക്ഷേ അതിൽ പല കാര്യങ്ങളുണ്ട്. റിവെഞ്ച്, ഒരു വാശി, ദേഷ്യം, പക വീട്ടുന്നത്, ഈ കാര്യങ്ങളൊക്കെ രണ്ട് ക്രിമിനൽ ഗ്യാങ്ങുകളാണെങ്കിൽ അങ്ങനെയൊക്കെ പെരുമാറാം. അതിലുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യിക്കാം, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇത് രണ്ട് രാജ്യങ്ങളാണ്, രണ്ട് രാജ്യങ്ങളുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അവർ തമ്മിൽ ഒരു ഗുണ്ടാ ഗ്യാങ്ങുകളെ പോലെ കിടന്ന് ഇങ്ങനെ റിവെഞ്ച് അടിക്കുന്നതൊക്കെ കുറച്ച് ചീപ്പായി പോയി. ഇത് എമ്പുരാൻ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഖുറേഷ്യ പോലുള്ള ഒരാൾ ബോംബെയിലെ സാധാ ഡോണിൻ്റെ അടുത്ത് വന്ന് റോട്ടി കിടന്ന് അടി ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ചീപ്പായിട്ടുള്ളൊരു പരിപാടിയായി പോയില്ലേ? അതുപോലെ തന്നെയാണ് ഇതിലും. ഇനി അടുത്ത നെഗറ്റീവ് ഇതിലെ വില്ലനാണ്. ഫസ്റ്റിൽ അക്ഷയ് ഖന്ന കാണിച്ച വില്ലത്തരത്തിൻ്റെ ഒരു എഫക്റ്റും ഇതിലെ വില്ലന്മാരുടെ എണ്ണം കൂടുതലുണ്ടായിട്ടും നമുക്ക് കിട്ടുന്നില്ല. നായകന് ചാലഞ്ചുകൾ വരുന്നുണ്ട്, പക്ഷേ കാര്യമായ ചാലഞ്ചുകളില്ലേ. സോ ഒരു എതിരാളി ഇല്ലാത്തത്, ശക്തനായ ഒരു എതിരാളി ഇല്ലാത്തത് ഇതിൽ നമുക്കൊരു പോരായ്മയായിട്ട് ഫീൽ ചെയ്യും. ഇനി ഇതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഒന്നാമത്തെ പോസിറ്റീവ്, ഈ സിനിമയുടെ റൺ ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂർ 49 മിനിറ്റാണ്. വേണമെങ്കിൽ 2 സിനിമയുടെ ലെങ്ത് എന്ന് പറയാം. ഇത്രയും ലെങ്ത്തുള്ള ഈ ഒരു സിനിമ നമുക്ക് ഒരു സെക്കൻഡ് പോലും ബോറടിക്കില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. നമ്മൾ ഇത്രയും സമയമെടുത്തിട്ട്, ഞങ്ങൾ 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സിനിമ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്നത് രാത്രി 9:50 അത്രയും സമയം നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് നമ്മൾ തിയേറ്ററിൽ പോയി ഇരുന്ന് പടം തുടങ്ങി കഴിഞ്ഞാൽ അവസാന സീൻ വരെ ഒരൊറ്റ ഫ്ലോയിൽ പടം പോകും. നമുക്ക് അതിനിടയ്ക്ക് ലാഗ് വരിക, അത്തരം ഒരു പ്രശ്നമില്ല. അതൊരു വൻ അച്ചീവ്മെൻ്റാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ 1 മിനിറ്റിൻ്റെ റീല് തന്നെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണുന്ന ആൾക്കാരുടെ അടുത്തേക്കാണ് ഇതുപോലൊരു സിനിമ, ഇത്രയും ലെങ്ത്തുള്ള സിനിമയും കൊണ്ടുവരുന്നത്. സോ അവിടെ ഇതിൻ്റെ തിരക്കഥ, ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, ഇതിൻ്റെ BGM, ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു കോമ്പിനേഷൻ
ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കാണുന്നതിന് മുമ്പ് എനിക്ക് ചില മുൻവിധികളുണ്ടായിരുന്നു. കാരണം ഇതിൽ കുറേ ഫ്ലാഷ് ബാക്ക് വരും. അപ്പോൾ 4 മണിക്കൂറിൻ്റെ അടുത്ത് ലെങ്ത്തുള്ള പടത്തിൽ 1 മണിക്കൂറെങ്കിലും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നതാണ് വിചാരിക്കുന്നത്. പക്ഷെ അത്രയൊന്നുമില്ല. ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ തന്നെ ഫ്ലാഷ് ബാക്കും പരിപാടിയൊക്കെ കവർ ചെയ്തു. പിന്നെ സിനിമ നേരെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് കയറി പടം പിന്നെ ടോപ്പ് ഗിയറിലങ്ങ് പോവാണ്. ഈ ഫ്ലാഷ് ബാക്കും ഒരു മെലോ ഡ്രാമയോ സെൻറ്റിമെൻസോ ഒന്നുമല്ല, അവിടെയും നല്ല ഹൈ തന്നിട്ടാണ് സിനിമ തുടങ്ങുന്നത്. സോ ഇഷ്ടം പോലെ ഹൈ മൊമെൻറ്റ്സ് ഉള്ള നല്ല ആക്ഷൻ സീക്വൻസുകളും ത്രില്ലും കാര്യങ്ങളും എല്ലാമുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു 3 മണിക്കൂർ 49 മിനിറ്റ് സിനിമയാണ് ദുരന്തർ പാർട്ട് 2. ഇനി അടുത്ത പോസിറ്റീവ് ഇതിലെ കാസ്റ്റിംഗ് ആണ്. ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും കഴിഞ്ഞ സിനിമയിലുള്ള കുറേ ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. ഇതിൽ എക്സ്ട്രാ ആയിട്ട് 2 പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് രണ്ടും വളരെ വെൽ നോൺ ആയിട്ടുള്ള 2 ആൾക്കാരാണ്. അതായത് പ്രസിദ്ധരായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 2 ക്യാരക്ടേഴ്സാണ്. ഈ 2 ക്യാരക്ടേഴ്സിൻ്റെ കാസ്റ്റിംഗ് പെർഫെക്റ്റ് ആയിരുന്നു. ശരിക്കും നല്ല മുഖസാദൃശ്യമുള്ള, മേ ബി അവർ ഫേസിൽ എന്തെങ്കിലും വേറെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ല, കാസ്റ്റിംഗ് ആണെങ്കിൽ ഗംഭീര കാസ്റ്റിംഗ് ആണ്. കാരണം കറക്റ്റ് അവരെ പോലെ തന്നെ തോന്നുന്ന നന്നായിട്ട് അഭിനയിക്കുന്ന 2 ആൾക്കാരെ കാസ്റ്റ് ചെയ്തു. ആ 2 കാസ്റ്റിങ്ങും ശരിക്കും ഞെട്ടിച്ചു. തിയേറ്ററിൽ അതിൻ്റെ ഒരു റെസ്പോൺസ് നല്ല രസമായിരുന്നു. ആ ഒരു ആൾക്കാരെ കാണിക്കുന്ന സ്ഥലം എത്തിയപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെങ്ങനെ കിട്ടി എന്നുള്ള രീതിയിലുള്ള റിയാക്ഷനൊക്കെ ഉണ്ടായിരുന്നു. സോ അത് ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പോസിറ്റീവ്, ഇതിലെ പിണ്ട എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഉദയ്ബീർ സന്ധു എന്ന് പറയുന്ന നടനാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ആ ഒരു ക്യാരക്ടറിനെ ഓർക്കും. ഫസ്റ്റ് കണ്ടപ്പോൾ ദുരന്തർ പാർട്ട് 1 കണ്ടപ്പോൾ അങ്ങനെ ഞാൻ ഓർത്തൊരു ക്യാരക്ടർ അക്ഷയ് ഖന്നയുടെ അനിയൻ ക്യാരക്ടർ ഉസൈർ എന്നുള്ള ക്യാരക്ടർ ചെയ്ത ആക്ടറിനെയാണ്. ആ പുള്ളിയുടെ ഉയരവും ആരോഗ്യം സൗന്ദര്യം എല്ലാം ഉള്ളൊരാൾ. അപ്പോൾ ഫസ്റ്റിൽ അങ്ങേര് അത്യാവശ്യം പവർഫുള്ളായിട്ട് എൻഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ രൺബീറും ഇയാളും തമ്മിൽ ഫേസ് ഓഫും ഫൈറ്റൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല. ഇതിൽ ഈ പുള്ളിക്ക് നല്ലോണം ഉസൈറിൻ്റെ ക്യാരക്ടറിന് ഫസ്റ്റ് ഹാഫിൽ നല്ലോണം സ്കോർ ചെയ്യാനുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അയാൾ അങ്ങ് ഒതുക്കി കളഞ്ഞു. സ്ക്രിപ്റ്റ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ സ്ക്രിപ്റ്റിൽ ഫൈറ്റ് ഉണ്ടായില്ല എന്നുള്ളത് നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല. ആ ക്യാരക്ടർ അങ്ങനെയാണ് പോകുന്നത്. അതേപോലെ പിണ്ട എന്ന് പറയുന്ന ക്യാരക്ടർ അത് ചെയ്തിട്ടുള്ള ആക്ടറിനെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ ക്യാരക്ടർ എഴുതിയിരിക്കുന്ന രീതിയും പുള്ളി അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇത് അവസാനിപ്പിച്ചൊരു രീതിയാണ്. ഈ സിനിമയുടെ ലെങ്ത്ത് വളരെ കൂടുതലാണെന്ന് പറഞ്ഞല്ലോ. ഇതിലൊരു 7 ചാപ്റ്ററുകളായിട്ടാണ് കഥ പറയുന്നത്. ഇപ്പോൾ കൂടുതൽ ചാപ്റ്ററുകളിലും കാണിക്കുന്നത് ഹംസ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു ഗ്രോത്താണ്. കഴിഞ്ഞ സിനിമ അവസാനിക്കുമ്പോൾ അക്ഷയ് ഖന്നയുടെ ക്യാരക്ടർ മരിച്ചു. ഇനി അവിടെ നിന്ന് ആര് പവറിലേക്ക് വരും എന്നുള്ളതും ഇവൻ ഓരോ പടിപടിയായിട്ട് കയറി എങ്ങനെ ഏറ്റവും ഉയർന്ന പവറിലേക്ക് ആർക്കും തൊടാൻ പറ്റാത്ത ലെവലിലേക്ക് ഉയരുന്നു എന്നുള്ളതാണ് മെജോറിറ്റി. അതിനിടയിൽ ഇവന് വരുന്ന ചില ചാലഞ്ചുകളും കാണിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയാവുന്ന ഒരു വലിയ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ആ ഒരു സീക്വൻസോട് കൂടിയാണ് സിനിമ അവസാനിക്കേണ്ടത്. പക്ഷെ അങ്ങനെ അവസാനിപ്പിക്കാതെ പിന്നെയും ഒരു 15-20 മിനിറ്റും കൂടെ സിനിമയുണ്ട്. ഇത്രയും ഭാഗം ഈ ക്ലൈമാക്സ് ആക്ഷൻ സീക്വൻസ് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഭാഗം 2 പാർട്ടാണ്. അതിൽ ആദ്യത്തെ പാർട്ട് കുറച്ച് കോമഡിയാണ്. ഈ കോമഡി എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ ഒരുപാട് ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. സോ അത് ശരിക്കും എൻജോയബിൾ ആയിട്ട് നല്ല എൻ്റർടൈനിങ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരു വലിയ ആക്ഷൻ സീക്വൻസ് കഴിഞ്ഞ് ഒരു ഹൈയിൽ എത്തിച്ചിട്ട് പിന്നെ ഇങ്ങനെ കുറച്ച് എലമെൻറ്റുകൾ കുറച്ച് തമാശയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞ് ഒരു സെൻറ്റിമെൻ്റൽ ഒരു സോങ്ങാണ്, നല്ല രസമുള്ളൊരു സോങ്ങാണ്. ആ ഒരു സോങ്ങോട് കൂടി ഒരു ഇമോഷണൽ നോട്ടിലാണ് ആ സിനിമ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു ക്രിയേറ്റീവ് ചോയ്സാണ്. ഇത്രയും വലിയൊരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ സാധാരണഗതിയിൽ ഒരു 1 ആക്ഷൻ സീക്വൻസിൽ ഹൈ നോട്ടിലാണ് അവസാനിപ്പിക്കുക. പക്ഷേ ഇവിടെ അതിനുശേഷം ഈ പടത്തിന് താഴേക്ക് ഇറക്കി വളരെ സ്ലോ ആക്കി കൊണ്ടുവന്ന് ഇമോഷണൽ ആക്കിയിട്ടാണ് ഈ സിനിമയെ അവസാനിപ്പിക്കുന്നത്. അത് ആക്ച്വലി നല്ലൊരു തീരുമാനമാണ്. അതൊരു ഡയറിങ് അറ്റംപ്റ്റ് ആണ്. പക്ഷെ അത് ശരിക്കും വർക്കായിട്ടുണ്ട്. നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു ഫീൽ ഗുഡ് ഫീലിലാണ് നമ്മൾ സിനിമ കണ്ടിറങ്ങുക. കുറച്ച് ഇമോഷണലായിട്ടാണ് നമ്മൾ ഈ സിനിമ കണ്ടിറങ്ങുക. സോ ഇതാണ് ഈ സിനിമയിൽ ഞാൻ കണ്ട പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് നിങ്ങളുടെ ടേസ്റ്റിലുള്ളൊരു സിനിമയാണോ, നിങ്ങൾക്കിത് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റൂ എന്നൊക്കെയുള്ളൊരു കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മണിക്കൂർ 49 മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു സിനിമ ബോറടിപ്പിച്ചില്ല എന്ന് പറയുന്നത് തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. സോ ഇതൊരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഞാൻ കണ്ടത് ഹിന്ദി വേർഷനാണ്, അതിൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു. സോ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സിനിമ കാണാൻ പറ്റും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടുനോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.